കേരളം ഞെട്ടിയ ഒരു എ.ടി.എം കവർച്ചയുടെ വാർത്തയാണ് ഇന്ന് നേരം പുലർന്നപ്പോൾ നമ്മൾ കേട്ടത്. തൃശൂരിൽ 3 ഇടങ്ങളിൽ എ.ടി.എമ്മുകൾ കൊള്ളയടിച്ച സംഘം തമിഴ്നാട്ടിൽ പിടിയിലായിരിക്കുന്നുവെന്ന നിർണായക വിവരം വരുമ്പോൾ ഈ സംഘത്തിന്റെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹരിയാനക്കാരായ സംഘം നാമക്കല്ലിൽ വെച്ചാണ് തമിഴ്നാടിന്റെ പോലീസിന്റെ പിടിയിലായത്. നേരത്തെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൻ കൊള്ള നടത്തിയ അതേ സംഘമാണ് എന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തിലെ പലയിടത്തും ഇവർ കൊള്ള നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നും പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റുമുട്ടലിൽ ഒരു പ്രതി കൊല്ലപ്പെട്ടു. പ്രതികളെ പിന്തുടരുന്നതിനിടെയാണ് തമിഴ്നാട് പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട്. ഇൻസ്പെക്ടർ തവമണി, രഞ്ജിത് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊള്ളസംഘത്തിൽ 6 പേരാണ് ഉണ്ടായിരുന്നത് എന്നും എല്ലാവരും ഹരിയാന സ്വദേശികളാണ് എന്നുമാണ് പോലീസ് പറയുന്നത്. പണം കണ്ടെയ്നറിൽ കെട്ടുകെട്ടുകളായി കൊണ്ടുപോവുകയായിരുന്നു ഇവർ. ഈ കവർച്ച സംഘത്തിന്റെ കയ്യിൽ തോക്കുമുണ്ടായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾ ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തമിഴ്നാട് പോലീസ് അതിസാഹസികമായി ഈ പ്രതികളെ പിടികൂടിയത്. സിനിമാ സ്റ്റൈൽ ചേസിനൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. ഈ സംഘം തോക്കുകൾ ഉപയോഗിച്ച് പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിനിടയിലാണ് ഒരു പ്രതി കൊല്ലപ്പെട്ടത്. കേരളത്തിലെ പലയിടങ്ങളിലും വൻ കവർച്ച നടത്തിയ സമ്പാദ്യവുമായി ബംഗളൂരുവിലേക്ക് കടന്ന് രക്ഷപ്പെടാനുള്ള നീക്കമായിരുന്നു ഇവർ നടത്തിയത്. കവർച്ചക്കാർ സഞ്ചരിച്ച കാറിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2 പേർ കൂടെ ഇവരുടെ കൂടെ ചേരുകയായിരുന്നു. രാജസ്ഥാൻ രജിസ്ട്രേഷനിലാണ് ഇവർ സഞ്ചരിച്ച കണ്ടെയ്നർ ഉണ്ടായിരുന്നത്. 2 പോലീസുകാർക്ക് കുത്തേറ്റാണ് പരിക്ക്. 1.5 മണിക്കൂറിനുള്ളിലെ 20 കിലോമീറ്റർ പരിധിയിലെ എ.ടി.എമ്മുകളാണ് ഈ സംഘം കവർന്നത്. കൃത്യമായ ആസൂത്രണത്തോടുകൂടി കവർച്ച നടത്തുകയായിരുന്നു ഇവർ. CCTVയിൽ പതിയാൻ സാധ്യതയുള്ള എല്ലാ ക്യാമറകളും നശിപ്പിച്ച ശേഷമാണ് ഈ സംഘം കൊള്ള നടത്തിയത്. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ SBI എ.ടി.എമ്മുകളിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ 2:30-നും 4-നും മധ്യേ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ.ടി.എം തകർത്തായിരുന്നു കവർച്ച. 3 എ.ടി.എമ്മുകളിൽ നിന്നായി 65 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. മാപ്രാണത്തെ എ.ടി.എമ്മിൽ നിന്ന് 30 ലക്ഷം രൂപയും കോലഴിയിലെ എ.ടി.എമ്മിൽ നിന്ന് 25 ലക്ഷം രൂപയും ഷൊർണൂരിലെ എ.ടി.എമ്മിൽ നിന്ന് 9.5 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് എത്തിയ മെസ്സേജിലൂടെയാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊള്ളസംഘം എത്തിയ വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയായിരുന്നു. CCTV ക്യാമറകളിൽ കറുത്ത സ്പ്രേ ചെയ്തതിന് ശേഷമായിരുന്നു സിനിമാ സ്റ്റൈലിൽ ഇവരുടെ കൊള്ള. എന്തായാലും തമിഴ്നാട് പോലീസ് അതിസാഹസികമായി പ്രതികളെ പിടികൂടിയിരിക്കുകയാണ്.